NIA കൊച്ചിയിൽ ആസ്ഥാനം തുറന്നു. ദില്ലി കഴിഞ്ഞാൽ രാജ്യത്തെ NIAയുടെ രണ്ടാമത്തെ കെട്ടിടമാണിത്. കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇനി മുതൽ കൊച്ചിയിലെ സ്വന്തം ആസ്ഥാന കെട്ടിടത്തിൽ പ്രവർത്തിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദില്ലിയിൽ നിന്ന് ഓൺലൈനായി കളമശ്ശേരിയിലെ 3 ഏക്കറിലെ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കടവന്ത്ര ഗിരിനഗറിലെ വാടക കെട്ടിടത്തിൽ നിന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഓഫീസ് പ്രവർത്തനം കളമശ്ശേരിയിലേക്ക് മാറ്റും. 3 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് കെട്ടിടം തയ്യാറാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ററോഗേഷൻ റൂമുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള കുറ്റാന്വേഷണ ഏജൻസിയുടെ നിലവാരത്തിലാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ അന്വേഷണങ്ങളുടെ ഏകോപനവും ശാസ്ത്രീയ വിശകലനവും വിലയിരുത്തലും ഇനി കൊച്ചിയിലെ NIA ഓഫീസിൽ നടക്കും. കേരളം തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയും പരദീസയുമായാണ് അറിയപ്പെടുന്നത്. കാശ്മീർ കഴിഞ്ഞാൽ രാജ്യസുരക്ഷയിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഇടമാണ് കേരളം. PFIയുടെ ആസ്ഥാനവും പ്രവർത്തനങ്ങളും അറസ്റ്റും ഏറ്റവും കൂടുതൽ നടന്നത് കേരളത്തിലാണ്. IS റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നതും കേരളത്തിലാണ്. മുൻ DGP പറഞ്ഞതുപോലെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ കേരളത്തെ NIA വളരെ താല്പര്യത്തോടെ തന്നെ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ് പുതിയ ഓഫീസ് കെട്ടിടം. കേരളം മറ്റൊരു ഗാസ ആകരുത്, കേരളം മറ്റൊരു കാശ്മീർ ആകരുത്. കേരളത്തിലെ തീവ്രവാദത്തിന്റെ നഴ്സറികളും യൂണിവേഴ്സിറ്റികളും സ്ലീപ്പർ സെല്ലുകളും തകർക്കണം. കരുതിക്കൂട്ടിയും രണ്ടും കൽപ്പിച്ചുമാണ് ഇപ്പോൾ രാജ്യത്തെ NIAയുടെ വൻ ഓഫീസും ഏറ്റവും വലിയ അത്യാധുനിക സംവിധാനവും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ NIA പ്രവർത്തനം ആരംഭിക്കുന്നത് 2012 ഏപ്രിലിലാണ്. അന്നു മുതൽ വാടക കെട്ടിടത്തിലാണ് കേരള ലക്ഷദ്വീപ് അധികാര പരിധിയുള്ള NIA കൊച്ചി ഓഫീസ്. 2017 കളമശ്ശേരിയിൽ HMT കമ്പനിയുടെ 3 ഏക്കർ NIA ഓഫീസ് ആസ്ഥാനത്തിനായി ഏറ്റെടുക്കുന്നത്. 2020 തുടങ്ങിയ നിർമ്മാണം ഇപ്പോഴാണ് പൂർത്തിയായത്. 41.85 കോടി രൂപയാണ് ചിലവ്. ആധുനിക സംവിധാനങ്ങളുള്ള ചോദ്യമുറി, സെല്ലുകൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ അടങ്ങിയതാണ് 3276 ചതുരശ്ര മീറ്ററിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഇതിന് പിന്നിലും വശങ്ങളിലുമായാണ് 49 ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സ്. ഡെപ്യൂട്ടേഷനിലടക്കം നിലവിൽ കൊച്ചിയിൽ 70ഓളം ഉദ്യോഗസ്ഥർ NIAക്കുണ്ട്. മുൻവശത്തായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിന് പ്രത്യേക ബാരക്കും ഉണ്ട്. ഇതിനൊപ്പം ഒരു കമ്മ്യൂണിറ്റി സെന്ററും അടങ്ങുന്നതാണ് കെട്ടിട സമുച്ചയം. ഹൈദരാബാദിലെ DIG ഓഫീസിന് കീഴിലാണ് SP തലവനായ കൊച്ചി യൂണിറ്റ്. തമിഴ്നാട്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി മേഖലകൾ ഇതിന് കീഴിലാണ്. സ്വന്തം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചാൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും DIG നേതൃത്വം നൽകുന്ന യൂണിറ്റായി ഉയർത്തുമെന്നും NIA വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 2008 മുംബൈ ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ NIA രൂപീകരിച്ചത്. 2013 മഞ്ചേരി കള്ളനോട്ട് കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് പെരിയ ചപ്പാറത്ത് പോലീസിന് നേരെയുണ്ടായ മാവോയിസ്റ്റ് വെടിവയ്പ്പാണ് ഒടുവിൽ രജിസ്റ്റർ ചെയ്ത കേസ്. കൊച്ചിയിലെ ഓഫീസ് ഉദ്ഘാടനത്തിനൊപ്പം NIAയുടെ ജമ്മുവിലെ ആസ്ഥാന കെട്ടിട ഉദ്ഘാടനവും റായ്പൂരിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ തറക്കല്ലിടലും അമിത് ഷാ നിർവഹിച്ചു. ഉദ്ഘാടന സമയത്ത് കൊച്ചി ഓഫീസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M. വർഗീസ്, NIA ദക്ഷിണ മേഖല IG സന്തോഷ് റോത്തഗി, DIG കാളിദാസ് മഹേഷ്, കൊച്ചി SP വിഷ്ണു S. വാര്യർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദർ, സീനിയർ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ, NIA അഭിഭാഷകനായ അർജുൻ അമ്പലപ്പറ്റ, പ്രധാന വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമാനസ്.